വനിതാ സംവരണ ബില്ലിന്റെ പേരിൽ മണ്ഡല പുനർനിർണയം നടത്തുവാനുള്ള മോദി സർക്കാരിന്റെ നീക്കത്തിനെതിരെ ഒറ്റക്കെട്ടായി നിലകൊള്ളുന്ന പ്രതിപക്ഷത്തെയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇന്ന് വോട്ടെടുപ്പിൽ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പ്രതിരോധം തീർക്കുമെന്ന കാര്യവും വളരെയധികം സുശക്തമായി അവർ ഇന്നലെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ബില്ലിന്മേൽ 15 മണിക്കൂർ ചർച്ച ഇന്ന് വൈകിട്ട് 4 മണിയോടെ അവസാനിക്കുമ്പോൾ വോട്ടെടുപ്പിലേക്ക് കടക്കുകയാണ്. ആ വോട്ടെടുപ്പ് വളരെയധികം നിർണായകമാണ്. ഇപ്പോഴും ഇന്നലെയും നമ്മൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ വളരെ വലിയ അമിത ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയുണ്ടായി. ആ ആത്മവിശ്വാസത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ ബില്ല് പാസ്സാക്കുമെന്നുള്ളതാണ്. പക്ഷേ അത് എത്രത്തോളം ക്രൂഷ്യലാണ്, എത്രത്തോളം സങ്കീർണമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത്ര വലിയൊരു പിന്തുണ ഒറ്റക്കെട്ടായി BJPക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആരൊക്കെ അവരോടൊപ്പം നിൽക്കും. എന്നാൽ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പറയുന്നു ഒരു കാരണം കൊണ്ടും ഇങ്ങനൊരു ബില്ല് പാസ്സാക്കാൻ തങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ഈ 4 മണിയുടെ വോട്ടെടുപ്പിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുവാൻ പോവുക എന്നറിയുവാനുള്ള ഒരു ആകാംക്ഷ നമുക്കുണ്ട്. അപ്പോൾ നമുക്കത് ദില്ലിയിലേക്ക് തന്നെ പോകാം. അവിടെ ഇതാ വിഷ്ണു തലവൂർ റെഡി ആയിട്ടുണ്ട്. വിഷ്ണു തലവൂരോട് തന്നെ ചോദിക്കാം. വിഷ്ണു, ഗുഡ് മോർണിംഗ്. വളരെ സങ്കീർണമായ ഒരു പാർലമെന്റാണ് ഇന്ന് നടക്കുവാൻ പോവുക. 4 മണിക്ക് ചർച്ച അവസാനിച്ച് വോട്ടെടുപ്പിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഗുഡ് മോർണിംഗ് സിന്ധുരി. എന്തായാലും ഇന്ന് പാർലമെൻറ്റിൽ പ്രതിപക്ഷത്തെ സംബന്ധിച്ചും ഭരണപക്ഷത്തെ സംബന്ധിച്ചും വളരെ നിർണായകമാണ്. കാരണം മോദി സർക്കാർ ഇത്തരത്തിൽ വനിതാ സംവരണത്തിൻ്റെ മറവിൽ മണ്ഡല പുനർനിർണയം കൊണ്ടുവരാനുള്ള ആ ഒരു നീക്കമാണ് നടത്തുന്നത്. അപ്പോൾ അത്തരമൊരു ഭരണഘടനാ ഭേദഗതി അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന ശക്തമായിട്ടുള്ള നിലപാട് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം നേരത്തെ തന്നെ വനിതാ സംവരണം 2023 പാസ്സാക്കിയപ്പോൾ പ്രതിപക്ഷം അതിനെ പൂർണ്ണ പിന്തുണ നൽകിയതാണ്. 33% സംവരണം വനിതകൾക്ക് നൽകുക എന്നതായിരുന്നു നേരത്തെ കൊണ്ടുവന്ന ബില്ലെന്ന് പറയുന്നത്. അതിനെ പ്രതിപക്ഷം പൂർണ്ണമായി പിന്തുണച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും വനിതാ സംവരണം ഭേദഗതി ചെയ്ത് വീണ്ടും കൊണ്ടുവരികയാണ്. അത്തരത്തിൽ ഭരണഘടനാ ഭേദഗതി ചെയ്യുമ്പോൾ മോദി സർക്കാരിൻ്റെ മുന്നിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് വനിതാ സംവരണമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് മണ്ഡല പുനർനിർണയമാണ്. അതായത് ഡീലിമിറ്റേഷൻ നടപ്പാക്കിക്കൊണ്ട് മണ്ഡലങ്ങളുടെ എണ്ണം വളരെയധികം കുത്തനെ ഉയർത്തുക എന്നതാണ്. നിലവിൽ പാർലമെൻറ്റിൽ ലോക്സഭയിൽ 543 അംഗങ്ങളാണുള്ളതെങ്കിൽ ഡീലിമിറ്റേഷൻ വരുന്നതോടുകൂടി ലോക്സഭയിലെ മണ്ഡലങ്ങളുടെ എണ്ണം 543 നിന്ന് 850 വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും. അപ്പോൾ അത്തരത്തിൽ 850 വർദ്ധിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ കൂടുക എന്ന് പറയുന്നത് BJPക്ക് തേരോട്ടമുള്ള അല്ലെങ്കിൽ വേരോട്ടമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു നാമമാത്രമായിട്ടുള്ള സീറ്റ് വർധന മാത്രമായിരിക്കും ഉണ്ടാകുക. അത്തരത്തിൽ സീറ്റ് വർദ്ധിപ്പിച്ചു കൊണ്ടുവന്ന് BJP അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അധികാരത്തിൽ വരുന്നതിനുള്ള ഒരു നീക്കം തന്നെയാണ് എന്തായാലും മോദി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇതിനെയാണ് പ്രതിപക്ഷം അതിശക്തമായിട്ട് എതിർക്കുന്നത്. പ്രതിപക്ഷം എതിർക്കുമ്പോൾ പോലും പറയുന്ന ഒരു കാര്യം, ഈ ഒരു വനിതാ സംവരണമാണ് കൊണ്ടുവരുന്നതെങ്കിൽ വനിതാ സംവരണത്തെ പ്രതിപക്ഷം പിന്തുണയ്ക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് വനിതാ സംവരണത്തിൻ്റെ പേര് പറഞ്ഞ ഇത്തരത്തിൽ ഡീലിമിറ്റേഷൻ നടപ്പാക്കാനുള്ള നീക്കത്തെ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷം നിലപാടെടുത്തിരിക്കുന്നത്. ഇന്നലെ വോട്ടെടുപ്പിലൂടെയാണ് ബില്ലിന് അവതരണ അനുമതിയൊക്കെ തന്നെ ലഭിച്ചത്. ബില്ല് അവതരണത്തെയും പ്രതിപക്ഷം ശക്തമായി തന്നെ എതിർത്തിരുന്നു. എന്തായാലും ഇന്ന് വൈകിട്ട് 4 മണിയോട് കൂടിയാണ് വോട്ടെടുപ്പ് നടക്കുക. അതിനു മുന്നേ മറ്റ് അംഗങ്ങളൊക്കെ തന്നെ ഇന്നലെ രാത്രി 10 മണി വരെ പാർലമെൻറ്റ് സമ്മേളനം നീണ്ടുപോയിരുന്നു. അതായത് ചർച്ചകൾ നീണ്ടുപോയിരുന്നു. ഇന്നലത്തെ ചർച്ചയിലൊക്കെ തന്നെ പ്രതിപക്ഷം കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ഇപ്പോൾ കൊണ്ടുവരുന്ന ബില്ലെന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്, ഭരണഘടനയെ പോലും ഹൈജാക്ക് ചെയ്യാനുള്ള BJPയുടെ ശ്രമമാണ് ഇപ്പോൾ കാണുന്നത് എന്നതടക്കമുള്ള വലിയ വിമർശനങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉയർന്നു വന്നിരുന്നു. അതോടൊപ്പം ഈ ഒരു പ്രത്യേക സമ്മേളനം വിളിച്ച ഒരു സമയം പോലും വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. കാരണം പ്രധാനപ്പെട്ട 2 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യമാണ്. അതായത് തമിഴ്നാട്, ബംഗാൾ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 23-നാണ് തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പും ബംഗാളിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പും 23-നാണ് നടക്കുക. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ട് ഇത്ര ധൃതി പിടിച്ച് പാർലമെൻറ്റ് സമ്മേളനം പ്രത്യേക സമ്മേളനം ചേരുന്നു എന്നതാണ് പ്രതിപക്ഷം ഉയർത്തുന്ന മറ്റൊരു ചോദ്യം. കാരണം ഇപ്പോൾ തന്നെ മോദി സർക്കാർ പറയുന്നത് ഈ വനിതാ സംവരണം 2029 നടപ്പാക്കാനാണ്
കൊണ്ടുവരുന്നതെന്നാണ്. അപ്പോൾ 2029 നടപ്പാക്കാനുള്ള ഒരു ബില്ലിന് വേണ്ടി എന്തുകൊണ്ട് ഇത്ര ധൃതി പിടിച്ച് പാർലമെൻറ്റിൻ്റെ പ്രത്യേക സമ്മേളനം ചേരുന്നു എന്നതടക്കമുള്ള ചോദ്യങ്ങൾ പ്രതിപക്ഷം ശക്തമായി തന്നെ ഉയർത്തുന്നുണ്ട്. അതേസമയം മറുവശത്ത് ഡീലിമിറ്റേഷനാണ് BJPയുടെ അജണ്ടയെങ്കിലും ആ ഡീലിമിറ്റേഷൻ വരാനുള്ള വനിതാ സംവരണത്തെ പ്രതിപക്ഷം എതിർക്കുന്നുവെന്ന് പറഞ്ഞ് പരത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ BJP നടത്തുന്നത്. അത് ഇന്നലെ ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചപ്പോഴും നമ്മൾ കണ്ടതാണ്. പ്രധാനമന്ത്രി പറഞ്ഞത് ഈ ബില്ലിനെ എതിർക്കുന്നവർ അത് വനിതാ സംവരണത്തെ എതിർക്കുന്നവരാണ്. ബില്ല് പാസ്സാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ബില്ലിനെ എതിർക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഈ രാജ്യത്തെ വനിതകൾ മാപ്പ് നൽകുന്നില്ല. അത്തരമൊരു നറേറ്റീവ് നൽകാനാണ് BJP എന്തായാലും ശ്രമിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് ഈ ഒരു ബില്ലിന്മേലുള്ള വോട്ടെടുപ്പ് നടക്കുക. അത് വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്തത് കൊണ്ട് തന്നെ ബില്ല് പാസ്സാക്കുമെന്ന് പറയുന്നത് വലിയ കടമ്പ തന്നെയാണ്. കാരണം നിലവിൽ ഭരണഘടനാ ഭേദഗതി ആയതുകൊണ്ട് 3/2 ഭൂരിപക്ഷമാണ് ബില്ല് പാസ്സാക്കാൻ വേണ്ടത്. പക്ഷേ NDA സംബന്ധിച്ച് ആകെയുള്ളത് 293 അംഗങ്ങളാണ്. 540-ൽ 360 അംഗങ്ങളുടെ ഒരു പിന്തുണയാണ് ബില്ല് പാസ്സാക്കാൻ വേണ്ടത്. അതുകൊണ്ട് തന്നെ ബില്ല് പാസ്സാക്കുമെന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ച് വലിയ കടമ്പ തന്നെയാണ്. സിന്ധൂരി, അതായത് വിഷ്ണു, ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഈ ഭരണപക്ഷം, അതായത് പ്രധാനമന്ത്രി ഉൾപ്പെടെ ഉള്ള ആളുകൾ വനിതാ സംവരണത്തെ പ്രതിപക്ഷം എതിർക്കുന്നു എന്ന രീതിയിൽ ഒരു വലിയ അപഖ്യാതി പകർത്താൻ ശ്രമിക്കുമ്പോൾ പ്രതിപക്ഷം ശക്തമായി ഇതിനെ പ്രതിരോധിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇവിടെ ഇന്ന പാർട്ടി, ഇപ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ മറ്റൊരു പാർട്ടി എന്നുള്ളതല്ല, പ്രതിപക്ഷം ഒറ്റക്കെട്ടായിട്ടാണ് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. അത് ഏറ്റവും അവരെ അതിന് പ്രേരിപ്പിക്കുന്നത് ഇങ്ങനെ പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ വളരെ അടിയന്തരമായി ഇങ്ങനൊരു പ്രത്യേക സമ്മേളനം വിളിച്ചു കൂട്ടുന്നതിൻ്റെയും മറ്റും പിന്നിലുള്ള ഒരു ഗൂഢലക്ഷ്യം തിരിച്ചറിഞ്ഞതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണല്ലോ. അത് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുവാൻ എത്രത്തോളമാണ് വിജയകരമായിരിക്കുന്നത്? അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ വനിതാ സംവരണ ബില്ലിൻ്റെ പിന്നിൽ മോദി സർക്കാർ ഒളിച്ച ഈ മണ്ഡല പുനർനിർണ്ണയം അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും പ്രതിപക്ഷം ചെയ്യുന്നത്? അപ്പോൾ അത് ഈ ചർച്ചയിൽ എത്രത്തോളം അത് പ്രതിഫലിക്കുന്നുണ്ട്? സിന്ധൂരി, പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് പാർലമെൻറ്റിനകത്ത് മാത്രമല്ല പുറത്തും വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. കാരണം ഇന്നലെ നമ്മൾ കണ്ടതാണ്, തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടന്നത്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഈ ഒരു ബില്ലിൻ്റെ പകർപ്പ് കത്തിച്ചുകൊണ്ടാണ് ഇന്നലെ ഒരു വലിയ പ്രതിഷേധത്തിനൊക്കെ തുടക്കം കുറിച്ചത്. അത്തരത്തിൽ തമിഴ്നാട് ഉൾപ്പെടെ ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളെല്ലാം വലിയ പ്രതിഷേധം തന്നെയാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതോടൊപ്പമാണ് പാർലമെൻറ്റിൽ നടക്കുന്ന ചർച്ചയിൽ പ്രതിപക്ഷ അംഗങ്ങളൊക്കെ തന്നെ കൃത്യമായി മോദി സർക്കാരിൻ്റെ ഈ ഒരു അജണ്ട തുറന്നു കാട്ടിക്കൊണ്ടാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കാരണം പ്രതിപക്ഷം കൃത്യമായി തന്നെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇത്ര ധൃതി പിടിച്ച് ഈ ഒരു ബില്ല് ഇപ്പോൾ കൊണ്ടുവരുന്നത് എന്നതാണ്. 2 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് പാർലമെൻറ്റ് ചേർന്ന് കഴിഞ്ഞാൽ അവിടുത്തെ പല MPമാർക്കും സഭാ സമ്മേളനത്തിൽ എത്താൻ കഴിയുകയില്ല. ഇത്രത്തോളം പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ ഭേദഗതിയാണ്. ആ ഭേദഗതി ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്ക് ശേഷം പാർലമെൻറ്റിൻ്റെ ഒരു സമ്മേളനം വിളിച്ച് അവതരിപ്പിച്ചാൽ എന്താണ് കുഴപ്പമെന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും തന്നെ മറുപടി പറയാൻ BJP തയ്യാറാകുന്നില്ല. അതോടൊപ്പം തന്നെ ഡീലിമിറ്റേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് തന്നെയാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ഈ ഒരു വനിതാ സംവരണത്തെ പ്രതിപക്ഷം എതിർക്കുന്ന ഒരു തരത്തിലുള്ള സാഹചര്യമില്ല. അത് നമ്മൾ 2023 കണ്ടതാണ്. 2023 വനിതാ സംവരണം കൊണ്ടുവന്നപ്പോൾ അത് പ്രതിപക്ഷം കൂടി അതിനെ അനുകൂലിച്ചുകൊണ്ടാണ് 2023 വനിതാ സംവരണം പാസ്സാക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. പക്ഷേ ഇവിടുത്തെ വിഷയമെന്ന് പറയുന്നത് ഈ ഒരു വനിതാ സംവരണത്തിൻ്റെ മറവിൽ ആ ഒരു വനിതാ സംവരണത്തിൽ ഒളിപ്പിച്ചുകൊണ്ട് ഡീലിമിറ്റേഷൻ രാജ്യത്ത് നടപ്പാക്കാനുള്ള മോദി സർക്കാരിൻ്റെ ഒരു നീക്കം തന്നെയാണ്. അതിനെയാണ് പ്രതിപക്ഷം അതിശക്തമായി ചോദ്യം ചെയ്യുന്നത്. സിന്ധൂരി, വിഷ്ണു, പ്രതിപക്ഷം ഇത്രയധികം ശക്തമായി ഇതിനെ ചോദ്യം ചെയ്യുകയും ഈ ബില്ലിനെതിരെ നിൽക്കുകയും ചെയ്യുമ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നരേന്ദ്രമോദി ഈ ബില്ല് പാസ്സാകും അല്ലെങ്കിൽ ഭരണപക്ഷം ഇത് പാസ്സാകും എന്ന് പറയുന്നത്? ആരുടെയൊക്കെ പിന്തുണയാണ് അവർ പ്രതീക്ഷിക്കുന്നത്? സിന്ധൂരി, ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത് ഭരണഘടനാ ഭേദഗതിയായതുകൊണ്ട് അത് പാസ്സാകാൻ പാർലമെൻറ്റിൽ 2/3 ഭൂരിപക്ഷമാണ് വേണ്ടത്. നിലവിൽ ലോക്സഭയിലെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 540 ആ 540-ൽ ഈ ബില്ല് പാസ്സാകാൻ 540 പേരും വോട്ടെടുപ്പിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ബില്ല് പാസ്സാക്കാൻ വേണ്ടത് 360 അംഗങ്ങളുടെ പിന്തുണയാണ്. പക്ഷേ
നിലവിലത്തെ ഒരു കക്ഷി നില എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ ഡി എയുടെ ഒരു അംഗബലം എന്ന് പറയുന്നത് 293 മാത്രമാണ് എൻ ഡി എക്കുള്ള അംഗബലം. പക്ഷേ ബി ജെ പി ഇതിനോടൊപ്പം തന്നെ പ്രതിപക്ഷത്തെ പല പാർട്ടികളെയും ഇത്തരത്തിൽ അനുകൂലമായി വോട്ട് ചെയ്യാൻ സമീപിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് TMC ഉൾപ്പെടെയുള്ള പാർട്ടികളെ ഇത്തരത്തിൽ വോട്ട് ചെയ്യാൻ ബി ജെ പി സമീപിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ നിൽപ്പുണ്ട്. പക്ഷേ നിലവിൽ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി തന്നെ പറയുന്നത് ഈ ബില്ലിനെ അനുകൂലിക്കില്ല, ബില്ലിനെ എതിർക്കും എന്ന് തന്നെയാണ്. കാരണം ഈ ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെ ഡീലിമിറ്റേഷൻ നടപ്പാക്കി മണ്ഡലങ്ങൾ 850 ആക്കാൻ ഒരിക്കലും അനുവദിക്കില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷം പറയുന്നത്. ഏതായാലും ആ ഒരു സാഹചര്യത്തിൽ ഏത് തലത്തിൽ ഒരു ബില്ല് പാസ്സാക്കിയെടുക്കാൻ കഴിയുമെന്നത് ബി ജെ പിക്ക് വലിയ പ്രതിസന്ധി തന്നെയാണ്. ഒരുപക്ഷെ YSRCPയുടെയൊക്കെ തന്നെ 4-5 MP വോട്ടുകൾ അനുകൂലമായി കിട്ടിയേക്കും. അത്തരത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ പോലും 293 എന്നത് 297 തന്നെ എത്തുന്ന ഒരു സാഹചര്യം മാത്രമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബി ജെ പി ഇവിടെ ഒരു നറേറ്റീവ് സൃഷ്ടിക്കുന്നത്. ഈ ബില്ലിനെ എതിർക്കുക എന്ന് പറയുന്നത് വനിതാ സംവരണത്തെ എതിർക്കുകയാണ്, രാജ്യത്തെ വനിതകളുടെ പുരോഗതിയെ എതിർക്കാൻ, അവരുടെ ഒരു മുന്നേറ്റത്തെ ഇല്ലാതാക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു എന്നൊരു നറേറ്റീവ് കൊടുത്തുകൊണ്ട് പ്രതിപക്ഷത്തെ കുറച്ച് സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കങ്ങളാണ് ബി ജെ പി നടത്തുന്നത്. സിന്ധൂരി.